ഹലോ എടേ, നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കാണുന്നതല്ലേ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ വീഡിയോ ഇടാത്ത, നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ. എന്നെ നേരിട്ട് കാണാത്തവർ പരിചയമുള്ളവരോട് പറഞ്ഞ് വരെ വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ്. ശിവയ്ക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ഞാനൊന്ന് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് കൈ തെളിഞ്ഞ് വരുവാണ്. അപ്പോൾ ഒന്ന് വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ്. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോഡിൽ തിരക്കൊക്കെ കുറവായിരിക്കില്ല. അങ്ങനെ ഓടിച്ച് ഞാനല്ല ഓടിച്ചത് കേട്ടോ, മുകേഷ് ചേട്ടൻ തന്നെയാണ് ഓടിച്ചു തുടങ്ങിയത്. അപ്പോൾ അതേ ഞങ്ങൾ പുനലൂർ എത്തിയിട്ടുണ്ട്, നമ്മുടെ പുനലൂർ തൂക്കുപാലം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ സംഭാവന തന്നെയാണ്. 1877 ഓപ്പൺ ചെയ്തതാണ് ഈ ഒരു പാലം എന്ന് പറഞ്ഞാൽ. 400 അടി അല്ലെങ്കിൽ 120 മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് കല്ലും തടിയും സ്റ്റീലും ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ആൽബർട്ട് ഹെൻറിയാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേനും ഇതാണ്ട് നമ്മൾ തെന്മല ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഒരു ബോർഡറിനോട് അടുക്കുന്നതുണ്ടല്ലോ, തമിഴ്നാട് വണ്ടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത് കാണാം. വലിയ വലിയ വണ്ടികളാണ്. ഇവിടെ നല്ല സൂക്ഷിച്ചു പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഡ്രൈവ് ചെയ്യാഞ്ഞത്. ശരിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ഒരു ധാരണയില്ലായിരുന്നു. ട്രിവാൻഡ്രം സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ബൈപ്പാസിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ടല്ലോ, എനിക്ക് ഓടിച്ച് ശരിക്കും നമുക്ക് കൈ തെളിയാനായിട്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്, പൊടിയും ആൾത്തിരക്കും ഒക്കെ ആയത് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത്. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വളവൊക്കെ ആണല്ലോ, കൂടുതലും വളവും തിരിവും ഒക്കെയാണ്. അപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കാൻ ഇറങ്ങിയെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോഴത്തേനും ഞാൻ ഇതിനകത്തോട്ടങ്ങ് എൻ്റെ ശ്രദ്ധ മൊത്തം ഇങ്ങനെയുള്ള കുറച്ച് മരവും വെള്ളമൊക്കെ കണ്ടാൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതെന്താണെന്ന് അറിയത്തില്ല. അത് കാരണം മുകേഷേട്ടൻ വണ്ടി ഓടിക്കാൻ തന്നില്ല കേട്ടോ. മുകേഷേട്ടൻ തന്നെ ഓടിച്ചോളാം, തിരിച്ചു പോകുമ്പം ഇതെല്ലാം കണ്ടു തീരുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പോൾ വണ്ടി ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ പോയി വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തെന്മല എക്കോ ടൂറിസം ചെന്തുരുണി വനമേഖലയിലേക്കൊക്കെ പോവുകയാണ്. അതായത് എന്താണ്, മാനുകളുടെ ഡിയർ റിസർവ് സെൻറ്റർ എന്തോ ആണ്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് കയറാനുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതാണ്ട് ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നൊരു സെറ്റപ്പൊക്കെ കേട്ടോ. പിന്നെ ഏതാണ്ട് തടിയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് തടിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ, വീടൊക്കെ പണിയുന്നവരൊക്കെ. അപ്പോൾ കൂപ്പിലെ തടിയൊക്കെയാണ്, നല്ല തടിയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കൊല്ലത്തുനിന്ന് ആര്യങ്കാവിലോട്ട് ട്രെയിൻ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ട്രെയിനുകളൊക്കെ ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നോക്കിക്കുക, ഈ ഒരു ട്രാക്ക് നോക്കിക്കുക, ഇതിൻ്റെ മേളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ഇതിൻ്റെ അടിയിലുണ്ടെന്ന് അറിയാൻ പറ്റത്തേ ഇല്ല. ഈ ട്രാക്ക് ചെന്ന് കയറുന്നത് ഒരു വലിയ മലയ്ക്കകത്തോട്ടാണ് കേട്ടോ. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ സൈഡിലുള്ള പാറയ്ക്കകത്ത് ഒരു ട്രാക്കുണ്ട്. നമുക്ക് അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അവരുടെ അത് നിർമ്മിച്ചവരുടെയൊക്കെ ഒരു ബ്രില്യൻസ് ഞാനൊന്നും അത്രയ്ക്ക് ആഴത്തിൽ ചിന്തിക്കാത്ത ഒരാളായത് കൊണ്ടായിരിക്കാം എനിക്ക് അതൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എത്രയോ ദൂരം കഴിഞ്ഞതിന് ശേഷമാണ് ആ പാറ തുറന്നിട്ട് ഈ ഒരു ട്രാക്കിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് എന്തോ ഭംഗിയാണെന്നറിയാവോ അത് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇത് ഏതാണ്ട് ആര്യങ്കാവ് ഭാഗമൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്നു. ഇനി എവിടം വരെ എത്തുമെന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ. വണ്ടി ഒരു നല്ല റോഡ് കണ്ടപ്പോഴത്തേ മുകേഷേട്ടൻ ഓടിച്ചങ്ങ് പോവുക. ഞാനും ശിവയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു വഴിയിലൊരു കട കണ്ടപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടില്ലല്ലോ. നമുക്ക് ഇച്ചിരി ദോശയോ സാമ്പാറോ ഒരുപാട് നീണ്ടു പോകാത്ത സാമ്പാറൊക്കെ വേണ്ടേ. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ഇതേ ഒരാൾ കുറേ കുരങ്ങന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കാണ് കേട്ടോ. പക്ഷെ അപ്പോഴത്തേനും മൊബൈൽ എന്തോ കംപ്ലൈൻ്റ് പ്രശ്നം പറ്റിയിട്ട് എനിക്ക് ആ വീഡിയോ നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ എനിക്ക് നല്ല നല്ല വീഡിയോസ് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇനിയും ഫോണൊക്കെ ഒന്ന് മാറ്റി റെഡിയായി വരണം. പിന്നെയും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേനും എനിക്ക് ഈ ഒരു സീനറിയൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമോ? ഈ സീനറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മലയും ഇങ്ങനെ ആ ഒരു മേഘവും ഇത്രയും മരങ്ങൾ. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുമായിരുന്നേ. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒന്ന് ചെറിയൊരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ കടക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഭൂമി കാണും, കുറേ കൃഷിയുള്ള സ്ഥലങ്ങൾ കാണും. സൈഡിൽ നമ്മുടെ സഹ്യൻ മറ്റേ വെസ്റ്റേൺ ഗട്ട്സ് ഇല്ലേ, അത് കാണും, സഹ്യപർവ്വതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആ ഒരു മനോഹാരിതയൊക്കെ കണ്ടു പോയപ്പോഴത്തേനും വണ്ടി ഏതൊക്കെയോ വീടിൻ്റെ മുറ്റത്തൂടൊക്കെ അതാ പോകുന്നുണ്ട് കേട്ടോ. ഇതേതോ ഗ്രാമപ്രദേശത്തൊക്കെ വണ്ടി എന്ന് കയറിയിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് എത്തുമെന്നറിയാൻ വയ്യ. രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് പോവുകയാണ് കേട്ടോ. എവിടെയെങ്കിലും ചെന്ന് കയറുമല്ലോ, എന്തായാലും ഭൂമി ഉരുണ്ടതാണല്ലോ.
അങ്ങനെ അതേ പോയി എന്തായാലും അത്യാവശ്യം ഒരു നല്ല റോഡൊക്കെയാണ് കേട്ടോ. എവിടെയെങ്കിലും ചെന്ന് വണ്ടി തിരിക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചെങ്കിലും നല്ല റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ഉണ്ടല്ലോ നിറച്ച് പുളിമരങ്ങളാണ്. നല്ല എന്താണ് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് 2 സൈഡിലും വളർത്തിയിട്ടേക്കുന്നത്. പിന്നെ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാവാണ്, നിറച്ച് മാങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, കുറേ പൂത്ത് നിൽക്കുന്നു, കായ്ച്ച് നിൽക്കുന്നു. ഇതൊക്കെ നല്ല ഫലവൃക്ഷങ്ങളാണ്. ഈ തണലിനാണെങ്കിലും സൈഡിലെല്ലാം നിൽക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന സാധനങ്ങളാണ്. പിന്നെ എന്താ ഈ പുളിമരത്തിൻ്റെ തന്നെ കുറേ തോട്ടങ്ങൾ നിൽക്കുന്നു, മാവിൻ്റെ തോട്ടങ്ങൾ നിൽക്കുന്നു. അങ്ങനെ കുറച്ചുകൂടെ വലിയൊരു റോഡിലേക്കാണ് ഞങ്ങൾ ചെന്ന് ഇറങ്ങിയത് കേട്ടോ. ഒരു ഗ്രാമത്തിൻ്റെ അകത്തൂടെ ഒക്കെ കയറി വന്നെങ്കിലും കുറച്ച് നല്ല വലിയൊരു റോഡിലാണ് എത്തിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ വണ്ടി തിരിക്കേണ്ടി വരുമോ, ചെറിയ റോഡാന്നൊക്കെ. അങ്ങനെ നോക്കി വരുമ്പോഴത്തേന് നമ്മുടെ കാറ്റാടികൾ കണ്ടു കേട്ടോ. കാറ്റാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡ് ടർബൈനെയാണ് കേട്ടോ കാറ്റാടി എന്ന് പറഞ്ഞത്. അപ്പോൾ ശിവയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേനും വലിയ ഫാനാണോ അമ്മയെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരുവിധം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വിൻഡ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് എന്ത് മനസ്സിലാവാനായി, കാറ്റിനകത്ത് കറണ്ട് ഉണ്ടോ അമ്മയെന്നൊക്കെ ഇത് ഏത് രീതിയിലൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് ഞാൻ അവിടുന്ന് തടി തപ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊന്നും ഒരുപാട് തിരക്കൊന്നും ഇല്ല, ആൾക്കാരൊന്നും എങ്ങും പോകുന്നില്ലയോ എന്തോ. നമ്മുടെ ഇവിടോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തോ തിരക്കാ. അങ്ങനെ വേണ്ട ഏതാണ്ട് ഒരു ടൗൺ ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട്. കൂടുതലും ഓട്ടോറിക്ഷയും 2 വീലറും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ പോയപ്പോഴത്തേനാണ് വലിയൊരു ഗോപുരം ഒക്കെ ഉള്ളൊരു അമ്പലം കണ്ട്. എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് സംഗതി എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം, കൺസ്ട്രക്ഷനൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കുറേ ദൂരത്തുനിന്ന് തന്നെ നമ്മൾ ഈ ഒരു ഗോപുരം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു ചേർന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കേട്ടോ, ഇപ്പോൾ ഇത് ഏതാ ക്ഷേത്രം എന്നൊക്കെ നോക്കിയപ്പോഴത്തേനും ഇത് തെങ്കാശി കാശി വിശ്വനാഥ ടെമ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ. തെങ്കാശിയിലുള്ള ഒരു ശിവക്ഷേത്രമാണ്. വളരെ പ്രശസ്തമായിട്ടൊരു ശിവക്ഷേത്രമാണ്. ഇത് 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അന്നത്തെ പാണ്ഡ്യ മഹാരാജാവായിരുന്ന പരാക്രമ പാണ്ഡ്യൻ അദ്ദേഹമാണിത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രാനൈറ്റിലാണ് കേട്ടോ ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ പ്രതിഷ്ഠയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതിൻ്റെ ഒരു വിഗ്രഹമൊക്കെ എന്ന് പറയുന്നത് ഒരു ശിവലിംഗമാണ്. അപ്പോൾ അത് വാരാണസിയിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും ഫ്രണ്ടിലായിട്ട് നന്ദികേശനാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ശ്രീകോവിലിൻ്റെ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത്. ഈ വലിയ സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. അപ്പോൾ തിരിച്ചിറങ്ങുന്നതാണെങ്കിൽ ഇതാ കണ്ടോ, അവിടെ ഒരു സ്റ്റെപ്പുണ്ട്. അപ്പോൾ അതുവഴിയാണ് തിരിച്ചിറങ്ങുന്നത്. നിറച്ച് തൂണാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രാനൈറ്റിലാണ് ഇതിൻ്റെ റൂഫൊക്കെ എന്നാണ് പറയുന്നത്. ഇരിക്കുന്നത് കണ്ടോ, നമ്മുടെ ആ ശ്രീകോവിലിൽ നിന്നുള്ള വെള്ളം ഒഴുകി വരാൻ എത്ര പൊക്കത്തിലാണ് ഇരിക്കുന്നതെന്ന് നോക്കി. അത്രയും ഉയരത്തിലാണ് നമ്മൾ കയറി ചെല്ലേണ്ടുന്നത്. വലിയൊരു ശിവലിംഗമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ശിവഭഗവാനാണ് ഈ ഒരു തമിഴ്നാടിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം ശിവഭഗവാനെ ആരാധിക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പാർവതി ദേവിയും പ്രതിഷ്ഠയുണ്ട്. ഉലകമ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സങ്കല്പത്തിലാണ് പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഒക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷ്ഠകൾ നിർമ്മിച്ചിരിക്കുന്നതായിരിക്കാം. അതോടൊപ്പം തന്നെ ഇത് കണ്ടോ, ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ കുഞ്ഞു പ്രതിഷ്ഠകളായി ഏതൊക്കെയോ ദൈവങ്ങൾ, ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ നമുക്ക് കുഞ്ഞു പ്രതിഷ്ഠകളാണ് കേട്ടോ. അപ്പം വളരെ അധികം ആളൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളും കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു. ഇതിപ്പോൾ രാവിലെ ഒരു 12 മണി വരെ ഇവിടെ ദർശനമുണ്ട്. പിന്നീട് അതിന് ശേഷം ക്ഷേത്രം അടച്ചിട്ട് പിന്നെ 4 മണിക്കേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ തെങ്കാശിപ്പട്ടണമാണ് കേട്ടോ. അപ്പോൾ തെങ്കാശിപ്പട്ടണവും കടന്ന് കുറേ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഈ സ്ഥലങ്ങളൊന്നും കണ്ടില്ല. ഇപ്പം വേറൊരു റൂട്ടിൽ കൂടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അതായത് റഹ്മത്ത് ബിരിയാണിയുടെ കട കണ്ട്. ഇത് കുറച്ച് പുതിയ കടയാന്ന് തോന്നുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറച്ചൊരു പഴയ കട കണ്ട്. അപ്പോൾ ഈ പഴയതിനാണല്ലോ ടേസ്റ്റ് കൂടുതൽ. ഞങ്ങളും അങ്ങോട്ട് കയറി. നല്ല തിരക്കുണ്ട്. സത്യത്തിൽ ഉച്ചയ്ക്ക് എനിക്ക് ഇച്ചിരി ഊണും ചോറും മോരും ഒക്കെ ഉണ്ടെങ്കിലേ എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു പേര് കേട്ട് ഇതെന്താ സംഗതി എന്നറിയാനുള്ള ഒരു വ്യഗ്രത കൊണ്ട് പോയതാണ്. അഡീഷണലായിട്ട് ഇതാ ഈ ഒരു സാലഡും കൂടെയൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഉയ്യോ, ഏതാണ്ട് ഇലയുടെ പകുതിയോളം ഉണ്ട് കേട്ടോ ഈ കോഴിയുടെ കാലം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുന്ന കോഴിയുടെ കണക്കുള്ള മാംസമൊന്നുമില്ല കേട്ടോ. നല്ല നാടൻ കോഴിയാണെന്ന് തോന്നുന്നു. മുകേഷേട്ടൻ പറയുന്നത് ഇത് പോരിന് പോയി തളർന്ന കോഴിയെ കണ്ടാണെന്ന് കേട്ടോ. ചുമ്മാതെ വെറുതെ തമാശയ്ക്ക് പറയുന്നത്. പക്ഷെ നല്ല അകമൊക്കെ നല്ല മാംസം വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവസാനം ദേ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ശിവയ്ക്കൊരു ജ്യൂസും ഞങ്ങൾക്ക് 2 പേർക്കും സോഡാ ലൈമും ഒക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിൻ്റെ ഇവിടെ ഒരു വെറൈറ്റി ഐസ്ക്രീമും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞങ്ങൾ വേണ്ട നമ്മുടെ ചെങ്കോട്ട മാർക്കറ്റിൻ്റെ അകത്തൂടാണ് പോകുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യം എല്ലാ നല്ല സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും, വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഞങ്ങൾ അധികം ഒന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അത് തിരിച്ച് ഞങ്ങൾ വേറെ റൂട്ടിലാണ് പോകുന്നത്. അച്ചൻകോവിൽ വഴിയാണ് പോകുന്നത് ഇനി നമ്മൾ. അപ്പോൾ അച്ചൻകോവിലെ കാട്ടുപാതയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് കേട്ടോ. വീടുകളുടെ മുറ്റത്തോടെ, നേരത്തെ നമ്മൾ വീട്ടുമുറ്റത്തൂടെയൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ വേറെ കുറച്ച് വീടുകളുടെ മുറ്റത്തൂടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ പോയി ചെന്നപ്പോഴത്തേക്കും ഇതേണ്ട കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. കുത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപകടം പിടിച്ചൊരു വഴിയാണ്. അപ്പം എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു നമ്മുടെ വണ്ടി വലിക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അവൻ നമ്മളെ 3 പേരെയും ശക്തമായി വലിച്ചുകൊണ്ടാണ് നമ്മുടെ വണ്ടി മേളിലോട്ട് പോകുന്നത്. ആ താഴോട്ട് നോക്കിക്കേ. പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്കുണ്ടല്ലോ, നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള തിരുമല കോവിലൊക്കെ കടന്നിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെയാണ് ഒക്കെ വന്നത്. അപ്പോൾ അതാ ഇവിടെയും മറ്റൊരു ക്ഷേത്രം. ഇത് എത്ര മനോഹരമായിട്ടാണെന്ന് അറിയാമോ ഇവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ദാണ്ട വലിയൊരു കാട്ടുപാതയാണ്, 2 സൈഡിലും മറ്റേ ഈറയും മുളയൊക്കെ ഉള്ളത്. അങ്ങനെ കയറി ചെന്നപ്പോഴത്തേനും ഫോറസ്റ്റുകാരുടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയറി വന്ന വഴി കണ്ടോ, അതിനേക്കാൾ ഡേഞ്ചറാണ് താഴോട്ട് പോകുന്നത്. കൂടാതെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ സൂക്ഷിച്ചു പോകണം, വണ്ടി എങ്ങും നിർത്തരുത്, എങ്ങും ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങൾ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും അവർ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര അപകടം പിടിച്ചൊരു യാത്ര എന്ന് വെച്ചാൽ നമുക്ക് അപകടം പിടിച്ചതെന്ന് തോന്നുന്നത് എനിക്ക് പിന്നീട് അത് ചിന്തിക്കുമ്പോഴാണ്. പോരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് പോരാൻ പറ്റും. പിന്നീട് ഞാൻ ആലോചിച്ചു എത്രയോ കിലോമീറ്ററാണ് നമ്മൾ ആ ഒരു കാട്ടിൻ്റെ അകത്തൂടെ യാത്ര ചെയ്തത്. ഒരു 60 കിലോമീറ്റർ കൂടുതൽ, 60-65 കിലോമീറ്റർ കൂടുതൽ നമ്മൾ അതിനകത്തൂടെയാണ് യാത്ര ചെയ്തത്, കാട്ടിൻ്റെ അകത്തൂടെ. അപ്പോൾ പല ഭാഗത്തും ഇതേ കണക്കുള്ള നമുക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ കണക്കൊരു 2 വീലറൊക്കെ പോകുന്ന ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അവർക്കൊന്നും വലിയ ഭയമില്ല. ഇത് കാണുമ്പോഴാണ് നമുക്കൊരു സമാധാനം. അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഒച്ചയൊക്കെ എന്തിൻ്റെയോ ഒക്കെ ചെറിയ ജീവികളുടെയൊക്കെ ഒച്ചയൊക്കെ കേൾക്കാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ മറ്റേ നമ്മുടെ മയിലിനെയും കുരങ്ങന്മാരെയും അങ്ങനെ കുഞ്ഞു ജീവികളൊക്കെ കേട്ടോ. മയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി നിപ്പുണ്ട്. നമ്മളെയൊക്കെ കാണുമ്പോഴത്തേനകത്ത് കയറി പോകും. നമ്മളൊന്നും ഉപദ്രവിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്ന സമയത്ത് അത് തിരിച്ചിറങ്ങി വരുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇച്ചിരി സ്ലോ ചെയ്ത് ശിവയെ, ഈ മയിലിനെയും പിന്നെ കുഞ്ഞു ജീവികൾ, നമുക്ക് എന്താണെന്നും അറിയത്തില്ല, കൃത്യമായിട്ട് പേര് പറയാനൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ നോക്കിയൊക്കെ പോവുകയാണ് എന്തെങ്കിലിനെയൊക്കെ കാണുമെന്ന്. നമ്മളത് പോയി വന്നപ്പോഴത്തേനുണ്ടല്ലോ, നമ്മുടെ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്താണ് എത്തിയത്. ഞാൻ നോക്കുമായിരുന്നു, സാധാരണ ഇവിടെയൊക്കെ മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്, അപ്പോഴൊക്കെ എന്തൊരു തിരക്കായിരുന്നെന്ന് അറിയാമോ. ഇപ്പോൾ ഒരൊറ്റ മനുഷ്യർ ആ ഭാഗത്തെങ്ങുമില്ല, വളരെ വിജനമായിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് വെള്ളമൊന്നുമില്ല അങ്ങനെയൊക്കെ, ഇപ്പം സീസണും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും വളരെ വിജനമായിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇതുവഴി പോകുമ്പം ശരിക്കും പേടിയാവുന്നുണ്ട്, ആരെയും കാണാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേനേ. പിന്നെ വേണ്ട ഒരു കുഞ്ഞ് വെള്ളം, ഒരു ഒരു ആറൊക്കെ ഒഴുകിക്കൊണ്ടിരുന്നതായിരിക്കാം, കരകവിഞ്ഞൊഴുകിയതൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ട് വരുമ്പോഴത്തേനും കുറച്ച് ദൂരം കഴിയുമ്പോഴുണ്ടല്ലോ വീണ്ടും ആൾത്താമസമുള്ള സ്ഥലം എത്തും. വീണ്ടും കാട്ടുപാതയാണ് കേട്ടോ. ശിവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ശരിക്കും വലിയ കാട്ടിലോട്ടൊക്കെ കയറുമ്പോഴത്തേനും ശിവയ്ക്ക് പേടിയാവും. ശിവ പിന്നെ ആന വരുവോ പുലി വരുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേനും നമ്മളിത് അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നത് കൊണ്ടേ നമുക്ക് എവിടെയൊക്കെ എപ്പോൾ എത്തുമെന്ന് ഒരു പിടിയുമില്ല കേട്ടോ. അങ്ങനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശാസ്താ ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രസിദ്ധമായ 5 ശാസ്താ ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതൊന്ന് ശബരിമല, ഒന്ന് കാന്തമല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, പിന്നെ ഒന്ന് ഈ അച്ചൻകോവിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാരകമായ വിഷബാധയേറ്റ, പാമ്പിൻ വിഷം ഏറ്റതൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ ഒക്കെ എന്തൊക്കെയോ ചെയ്താലോ ഒക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും പോകുമ്പം മയിലും പിന്നെ വീണ്ടും നമ്മുടെ തേക്കിൻ തോട്ടവും ഒക്കെയാണ് കേട്ടോ. ആ തേക്കിൻ തോട്ടത്തിൻ്റെ നടുക്കൂടെ ആ റോഡ് കിടക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാവോ. നല്ല രസമുണ്ട്. നമുക്ക് അതിലെ കൂടെ പോകുമ്പോഴത്തേന് ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ അതാണ്ട് ഫീലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് വീണ്ടും ഭയം വന്നിട്ടുണ്ട്. ആനപ്പിണ്ടും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആൾക്കാരുണ്ടോ എന്നറിഞ്ഞില്ല. അപ്പോൾ അതേണ്ട അച്ചൻകോവിൽ ആറൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ഏരിയ അല്ലേ. അപ്പോൾ വെള്ളം ഇപ്പോൾ ഈ ചൂടൊക്കെ ആയത് കാരണം വെള്ളമുള്ള സ്ഥലങ്ങൾ തേടിയൊക്കെ ആൾക്കാർ ഇറങ്ങും. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് പോയി വരിക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഈ ഒരു കാട്ടുപാതയിലൂടെ ഒക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ആരാധനാലയങ്ങളാണ് കേട്ടോ. പ്രതിഷ്ഠകൾ, ചെറിയ ശിലാപ്രതിഷ്ഠകളൊക്കെ നമുക്ക് അവിടെ കാണാം. കുഞ്ഞു കല്ലൊക്കെ വെച്ചിട്ട് ആരാധിക്കുന്നതൊക്കെ. അപ്പം നമ്മൾ അതിനൊന്നും ഒരു വിഘ്നവും തട്ടാതെ
അതുവഴി കടന്നു പോയി വീണ്ടും താണ്ട കൂപ്പും ഒക്കെ കണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും ഉണ്ടല്ലോ പിന്നീട് കാടല്ല കാണുന്നത്, നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെയാണ് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ കൂടെ നമ്മൾ അങ്ങ് റോഡിലോട്ടൊക്കെ അടുത്തിട്ടുണ്ട് കേട്ടോ, മെയിൻ റോഡിലേക്കൊക്കെ അടുത്തിട്ടുണ്ട്. കൃഷിയും അങ്ങനെ ഒരു നല്ല ഭംഗിയും മലയും, അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് താമസിക്കാനായിട്ട് തോന്നുന്നൊരു പ്രദേശമാണ്. കാണുമ്പോൾ ഭംഗിയൊക്കെയാണ്, പക്ഷേ താമസിക്കുമ്പോഴറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. കാട്ടുമൃഗങ്ങളും കൃഷി ചെയ്യാനൊക്കുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കുന്നത്. വീണ്ടും കാട്ടിലോട്ടാണ് കയറിയേക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് കാടാന്ന് പറഞ്ഞാൽ ആദ്യം കുറേ ഭാഗങ്ങൾ കാടായിരുന്നു, പിന്നീട് ഇങ്ങനെ കുറേ നല്ല സ്ഥലങ്ങൾ, പിന്നെ റോഡ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് എന്തോ ഒരു അനക്കമൊക്കെ കണ്ടത് കാരണം ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ആനയോ അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയിട്ടാണ് നമ്മൾ പിന്നീട് മുന്നോട്ട് വണ്ടി എടുത്തത് കേട്ടോ. പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുഞ്ഞൊക്കെ കൂടെ ഉള്ളത് കൊണ്ടേ. പിന്നീട് ശരിക്കും ഒരു ഓഫ് റോഡ് ട്രിപ്പായിരുന്നു, അവിടെ റോഡൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓടി ഇറങ്ങിയത് മെയിൻ റോഡിലോട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ പുനലൂർ എത്തിയിട്ടുണ്ട്, വീണ്ടും നമ്മുടെ പുനലൂർ തൂക്കുപാലം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടെ മനസ്സിലാക്കാം, നമ്മൾ കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുള്ളത്. മൃഗങ്ങളൊക്കെ കയറുമ്പോഴത്തേനും ഇത് കിടന്ന് ആടുമല്ലോ, അപ്പോൾ അത് ഭയന്ന് തിരിച്ചു പോകും നാട്ടിലോട്ട്, അത് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടിത് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി രാവിലെ വണ്ടി കയറി ഇരുന്നെങ്കിലും വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴാണ് വണ്ടി എൻ്റെ കയ്യിലോട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്